നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് ഇന്ത്യൻ ഭരണഘടന ആമുഖം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടന സവിശേഷതകൾ. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂവർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന എന്ന പദം ഉത്ഭവിച്ചത്. ലാ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ്. രാഷ്ട്രത്തിൻ്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങളുടെ ഉറവിടമാണ് ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആശയം മുന്നോട്ട് വച്ച ആദ്യ ഇന്ത്യക്കാരനാണ് M.N. റോയ്. 1934 ഇന്ത്യൻ പാട്രിയറ്റ് എന്ന തൻ്റെ പത്രത്തിലൂടെയാണ് അദ്ദേഹം ഈ ആശയം മുന്നോട്ട് വച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. 1934 ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായി ചർച്ച ചെയ്ത സമ്മേളനം ബോംബെ സമ്മേളനം 1934-35. അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാനായിരുന്നു വേവൽ പ്ലാൻ 1945. ഭരണഘടനകളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം: ലിഖിത ഭരണഘടന, അലിഖിത ഭരണഘടന. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ലിഖിത ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ്. പുസ്തക രൂപത്തിൽ തയ്യാറാക്കാത്ത ഒരു രേഖ എന്നതാണ് എഴുതപ്പെടാത്ത ഭരണഘടന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എഴുതപ്പെടാത്ത ഭരണഘടനകളിൽ ഭരണഘടനാപരമായ നിയമങ്ങൾ, ചട്ടങ്ങൾ മുതലായവ രാജശാസനകൾ, കോടതി വിധികൾ, ആചാരങ്ങൾ, കീഴ്വഴക്കങ്ങൾ എന്നീ രൂപത്തിൽ നിലകൊള്ളുന്നു. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ബ്രിട്ടനാണ്. ലിഖിത ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം അമേരിക്ക. എഴുതപ്പെട്ട ഭരണഘടനയ്ക്ക് ഉദാഹരണങ്ങൾ ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. എഴുതപ്പെടാത്ത ഭരണഘടനയ്ക്ക് ഉദാഹരണങ്ങൾ ബ്രിട്ടൻ, ഇസ്രായേൽ, ഫ്രാൻസ്, ന്യൂസിലൻഡ്. ഭരണഘടനാ നിർമ്മാണ സഭ. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യമാണ് ക്യാബിനറ്റ് മിഷൻ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 നവംബറിലാണ്. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും അടങ്ങുന്നതായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ. രൂപീകൃതമാകുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 389. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 296. 11 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 292 പേർ, ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്നും 4 പേർ. രൂപീകൃതമാകുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന വനിതകളുടെ എണ്ണം 17. ഇന്ത്യ വിഭജനത്തിന് ശേഷം വനിതകളുടെ എണ്ണം 15ആയി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം ആരംഭിച്ചത് 1946 ഡിസംബർ 9 തിങ്കളാഴ്ച 11 മണിക്ക്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം അവസാനിച്ചത് 1946 ഡിസംബർ 23-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എടുക്കപ്പെട്ടത് 1946 ഡിസംബർ 11-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ S.C. മുഖർജി, V.T. കൃഷ്ണമാചാരി.
ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി HVR അയ്യങ്കാർ. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികളുടെ എണ്ണം 17. ഇതിൽ മലയാളി വനിതകളുടെ എണ്ണം 3. ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഭരണഘടനയുടെ നക്കൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയ വ്യക്തി BN റാവു. ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയ വ്യക്തി പ്രേം ബിഹാരി നരേൻ റൈസ്ദ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണൻ. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ കവർ പേജ്, ലേ ഔട്ട് എന്നിവ തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് അല്ലെങ്കിൽ പാസ്സാക്കപ്പെട്ടത് 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി 24. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി 24. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ദിനങ്ങൾ: ദേശീയ പതാക 1947 ജൂലൈ 22. ദേശീയ ഗാനം 1950 ജനുവരി 24. ദേശീയ ഗീതം 1950 ജനുവരി 24. ദേശീയ മുദ്ര 1950 ജനുവരി 26. ദേശീയ നിയമദിനമായി ആഘോഷിക്കുന്നത് നവംബർ 26. ദേശീയ ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നത് നവംബർ 26. ഭരണഘടന തയ്യാറാക്കാനെടുത്ത സമയം 2 വർഷം 11 മാസം 17 ദിവസം. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്നത്: ആമുഖം, പ്രിയാമ്പിൾ, 395 അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ്, 8 പട്ടികകൾ ഷെഡ്യൂൾസ്, 22 ഭാഗങ്ങൾ 22 പാർട്സ്, 470ഓളം അനുച്ഛേദങ്ങളും 12 പട്ടികകളും 25 ഭാഗങ്ങളുമാണ് ഭരണഘടനയിൽ ഇപ്പോഴുള്ളത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ട വർഷം 1947 ഓഗസ്റ്റ് 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം 7. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ. റിപ്പബ്ലിക്. ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ഭരണത്തലവനായുള്ള രാജ്യത്തെ പറയുന്ന പേരാണ് റിപ്പബ്ലിക്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്ത് ഫ്രാൻസിൽ നിന്നാണ്. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ആമുഖം. ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ്. ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക്കാണ് സാൻ മരീനോ. ലോകത്തിലെ ഏറ്റവും പുതിയ റിപ്പബ്ലിക് ബാർബഡോസ്. ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് നൗറു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് ഡോക്ടർ BR അംബേദ്കർ. ലോക ചരിത്രത്തിൽ ഈ കാലത്ത് തയ്യാറാക്കപ്പെട്ട ഒരു ഭരണഘടനയിൽ ഏതെങ്കിലും പുതിയതായി ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുതിയതായി ഏതെങ്കിലും ഒന്ന് ഉണ്ടാകുമെന്ന് അത് നിലനിൽക്കുന്ന തെറ്റുകളെ ഇല്ലാതാക്കി രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അനുരൂപമാക്കണമെന്ന് മാത്രമാണ് ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തൻ്റെ അവസാന പ്രസംഗത്തിൽ BR അംബേദ്കർ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ച വാക്കുകൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോർണർ സ്റ്റോൺ ഓഫ് എ നേഷൻ എന്ന പുസ്തകം രചിച്ചത് ഗ്രാൻവില്ലെ ഓസ്റ്റിനാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികൾ: 8 മേജർ കമ്മിറ്റികളും മറ്റു ചില മൈനർ കമ്മിറ്റികളും ആകെ 22 അടങ്ങുന്നതായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ. മേജർ കമ്മിറ്റികൾ ചെയർമാൻമാർ: ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി BR അംബേദ്കർ, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു, സ്റ്റേറ്റ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു,
പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ പട്ടേൽ. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൈനോറിറ്റീസ്, ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂസീവ് ഏരിയാസ് സർദാർ വല്ലഭായ് പട്ടേൽ. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ. ലിഖിത ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, പാർലമെൻ്ററി ഭരണ സംവിധാനം, ഏക പൗരത്വം, അയവുള്ളതും ദൃഢവുമായ ഭരണഘടന, മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശ തത്വങ്ങൾ, സംയുക്ത ഭരണവ്യവസ്ഥ, നിയമവാഴ്ച, ഫെഡറൽ സ്വഭാവം, ജുഡീഷ്യൽ റിവ്യൂ, അധികാര വികേന്ദ്രീകരണം, പാർലമെൻ്ററി പരമാധികാരത്തിൻ്റെയും ജുഡീഷ്യൽ മേധാവിത്വത്തിൻ്റെയും സമന്വയം, സെക്കുലറിസം, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി, അടിയന്തര വ്യവസ്ഥകൾ, സഹകരണ സംഘങ്ങൾ. ഇന്ത്യൻ ഭരണഘടന കടം വാങ്ങിയവ. ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും ക്രിയാത്മകമായ ആശയങ്ങൾ കൂട്ടിച്ചേർത്താണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത്. അതിനാൽ ഇന്ത്യൻ ഭരണഘടനയെ കടം കൊണ്ട ഭരണഘടന, ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. എന്നാൽ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഗവർണർ പദവി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. പബ്ലിക് സർവീസ് കമ്മീഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഫെഡറൽ കോടതി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അടിയന്തരാവസ്ഥ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അടിയന്തരാവസ്ഥക്കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് ജർമ്മനി, വെയ്മർ ഭരണഘടന. മൗലികാവകാശങ്ങൾ USA, ആമുഖം USA, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ USA, നിയമത്തിൻ്റെ തുല്യ പരിരക്ഷ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ USA, ജുഡീഷ്യൽ റിവ്യൂ USA, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ് USA, ലിഖിത ഭരണഘടന USA, വൈസ് പ്രസിഡന്റ് USA, മൗലിക കടമകൾ റഷ്യ USSR, പഞ്ചവത്സര പദ്ധതികൾ റഷ്യ, പാർലമെൻ്ററി ജനാധിപത്യം ബ്രിട്ടൻ, ഏക പൗരത്വം ബ്രിട്ടൻ, നിയമവാഴ്ച ബ്രിട്ടൻ, ക്യാബിനറ്റ് സമ്പ്രദായം ബ്രിട്ടൻ, രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം ബ്രിട്ടൻ, റിട്ടുകൾ ബ്രിട്ടൻ, ദ്വിമണ്ഡല സഭ ബ്രിട്ടൻ, തിരഞ്ഞെടുപ്പ് സംവിധാനം ബ്രിട്ടൻ, കൂട്ടുത്തരവാദിത്വം ബ്രിട്ടൻ, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ FPTP ബ്രിട്ടൻ, CAG ബ്രിട്ടൻ, സ്പീക്കർ ബ്രിട്ടൻ, ഫെഡറൽ സംവിധാനം കാനഡ, അവശിഷ്ടാധികാരം കാനഡ, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ കാനഡ, സംസ്ഥാന ഗവർണർമാരുടെ നിയമനം കാനഡ, സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം കാനഡ, കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ, പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ, വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഓസ്ട്രേലിയ, നിയമസ്ഥാപിതമായ വ്യവസ്ഥ ജപ്പാൻ, മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡ്, പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പ് അയർലാൻഡ്, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് അയർലാൻഡ്, ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക, റിപ്പബ്ലിക് ഫ്രാൻസ്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രാൻസ്. ഇന്ത്യൻ ഭരണഘടനാ വിശേഷണങ്ങൾ. കോസി ഫെഡറൽ KC വെയർ, എക്സ്ട്രീംലി ഫെഡറൽ പോൾ H. ആപ്പിൾബേ, കോപ്പറേറ്റീവ് ഫെഡറലിസം ഗ്രാൻവില്ലെ ഓക്സ്റ്റിൻ, ബാർഗെയിനിങ് ഫെഡറലിസം മോറിസ് ജോൺസ്, യൂണിറ്റി ആസ് വെൽ ആസ് ഫെഡറൽ BR അംബേദ്കർ, മിക്സ്ചർ ഓഫ് യൂണിറ്ററി ആൻഡ് ഫെഡറൽ ഫീച്ചേഴ്സ് DD ബസു, ഫെഡറേഷൻ വിത്ത് സെൻട്രലൈസിംഗ് ടെൻഡൻസി ഐവർ ജെന്നിങ്സ്, ലേണേഴ്സ് പാരഡൈസ് ഐവർ ജെന്നിങ്സ്, എ കേസ് sui generis അലക്സാൻഡ്രോവിക്സ്. ആമുഖം. ഭരണഘടനയുടെ ബൃഹത്തായ സവിശേഷതകളുടെ സാരാംശമാണ് ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിപ്പിക്കുന്നത് ആമുഖത്തിലാണ്. ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്നത് ആമുഖത്തിലാണ്. രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രദാനം ചെയ്യുന്നത്. ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ജവഹർലാൽ നെഹ്റുവാണ്.
ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന വാചകത്തോടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത്. ഭരണഘടനയുടെ ഉദ്ദേശ്യവും ലക്ഷ്യവും ആമുഖത്തിൽ വ്യക്തമാക്കുകയും കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭരണഘടനയുടെ താക്കോൽ, ആത്മാവ്, തിരിച്ചറിയൽ കാർഡ്, അന്തഃസത്ത എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. USA നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വച്ച വ്യക്തിയാണ് BR റാവു. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13-നാണ്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയത് 1947 ജനുവരി 22-നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതിയാണ് 1949 നവംബർ 26. ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങൾ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ്. ആമുഖത്തിലെ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ വർഷം 1976. 42-ാം ഭേദഗതി ആക്ട് 2-ാം വകുപ്പ് പ്രകാരം. ചെറു ഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42-ാം ഭേദഗതി. ആമുഖ ഭേദഗതി നിലവിൽ വന്നത് 1977 ജനുവരി 3. പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിനു പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി. സോഷ്യലിസ്റ്റ്, സ്ഥിതി സമത്വം, സർക്കുലർ മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിനു പകരം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ബെറുബാറി കേസ് 1960-ലാണ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും അടിസ്ഥാന ഘടന നിലനിർത്തുന്നത് കൊണ്ട് അനുച്ഛേദം 368 ഉപയോഗിച്ച് അതിൽ ഭേദഗതി വരുത്താമെന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് കേശവാനന്ദ ഭാരതി കേസിലാണ് 1973. ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ: 1. പരമാധികാരം. ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരമാണ്. സ്ഥിരസമത്വം. സമൂഹത്തിലെ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങളെക്കുറിച്ച് സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്നു. മതേതരത്വം. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശം. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കില്ല. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. ജനാധിപത്യം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം നടക്കുന്നു. റിപ്പബ്ലിക്. രാഷ്ട്രത്തിന് തന്നെ തിരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നു. ആമുഖത്തെ വിശേഷിപ്പിച്ചത്: ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം KM മുൻഷി. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് NA പൽക്കിവാല. ഭരണഘടനയുടെ കീനോട്ട് ഏണസ്റ്റ് ബാർക്കർ. ഭരണഘടനയുടെ ആത്മാവ് M ഫിയാത്തുള്ള. ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും താക്കൂർ ദാസ് ഭാർഗവ്. മൗലികാവകാശങ്ങൾ. ജനാധിപത്യത്തിൻ്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങൾ പൗരന്മാർക്ക് നിഷേധിക്കാതിരിക്കാൻ ഗവൺമെൻറ്റുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. മൗലികാവകാശങ്ങളുടെ ശില്പിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാവുന്നതാണ്. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പൗരന് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാവുന്നതാണ്. അത്തരം സന്ദർഭങ്ങളിൽ കോടതിക്ക് പൗരൻ്റെ അവകാശ സംരക്ഷണത്തിനായി ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നു.
പാർലമെൻറ്റിന് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കാത്ത തരത്തിൽ മൗലികാവകാശങ്ങളെ ഭേദഗതി ചെയ്യാൻ സാധിക്കും. മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ് സുപ്രീം കോടതി. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ട് 1928 നെഹ്റു റിപ്പോർട്ടാണ്. മൗലികാവകാശങ്ങൾ രൂപപ്പെടുന്നതിൽ സ്വാധീനം ചെലുത്തിയ ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം 3. ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം 7. എത്ര മൗലിക അവകാശങ്ങളാണ് ഭരണഘടനയിൽ ഇപ്പോൾ ഉള്ളത്? 6. മൗലികാവകാശങ്ങൾ വിശേഷണങ്ങൾ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്. മൗലികാവകാശമായിരുന്ന സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമാവകാശം അല്ലെങ്കിൽ ഭരണഘടനാ അവകാശം ആണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതിയാണ് 44-ാം ഭേദഗതി 1978. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി, ജനതാ പാർട്ടി. സ്വത്തവകാശ നിയമാവകാശമാകുമ്പോൾ പ്രസിഡന്റായിരുന്നത് നീലം സഞ്ജീവ റെഡ്ഡി. നിലവിൽ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 300A. മുൻപ് 31-ാം അനുച്ഛേദത്തിലായിരുന്നു. മൗലികാവകാശങ്ങൾ. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരായ അവകാശം 23 മുതൽ 24 വരെ. മതസ്വാതന്ത്ര്യത്തിനായുള്ള അവകാശം 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം 29 മുതൽ 30 വരെ. ഭരണഘടനാപരമായ പ്രതിപത്തിക്കുള്ള അവകാശം 32. ജുഡീഷ്യൽ റിവ്യൂ. പാർലമെൻറ്റ് നിർമ്മിക്കുന്ന നിയമം ഭരണഘടനാനുസൃതമാണോ അല്ലയോ, കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി എന്ന് പരിശോധിക്കുന്നതിനുള്ള കോടതിയുടെ അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ. ഭരണപരമായ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാനുള്ള ആത്യന്തിക അധികാരം ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ജുഡീഷ്യൽ റിവ്യൂവിനെക്കുറിച്ച് പരോക്ഷമായി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 13. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി നിലവിൽ വന്നത് ഭോപ്പാൽ 1993. ഇന്ത്യയിലെ ആധുനിക നിയമ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് N.R. മാധവ മേനോൻ. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ. സാമൂഹിക അസമത്വങ്ങൾ അവസാനിപ്പിച്ച് എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു. സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയങ്ങൾ: നിയമത്തിനു മുന്നിൽ തുല്യത ഉറപ്പാക്കൽ, ജാതി, മതം, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ, പൊതുനിയമങ്ങൾ, അവസര സമത്വം ഉറപ്പാക്കൽ, തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. എന്നാൽ സ്ത്രീകൾ, കുട്ടികൾ, പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് സമത്വത്തിനുള്ള അവകാശത്തിന് എതിരല്ല. നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ എല്ലാ പൗരന്മാരും സമന്മാരാണ് എന്നത് കൊണ്ടുദ്ദേശിക്കുന്നത് നിയമത്തിന് മുന്നിലെ സമത്വത്തെയാണ്. സമത്വം കൈവരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചിട്ടുള്ള നടപടികൾക്ക് ഉദാഹരണമാണ് 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമം. അനുച്ഛേദം 14. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണമെന്നും അനുശാസിക്കുന്നു. നിയമവാഴ്ച, റൂൾ ഓഫ് ലോ. നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണെന്നും ഒരു വ്യക്തിയും നിയമത്തിന് അധീനരല്ലെന്നുമാണ് നിയമവാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അനുച്ഛേദം 15. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്നു. സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 15. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 15(3). അനുച്ഛേദം 16 പൊതുനിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്നു. അനുച്ഛേദം 17 തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നു. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക അനുച്ഛേദമാണ് അനുച്ഛേദം 17. അയിത്താചരണവുമായി അൺടച്ചബിലിറ്റിയുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ഏത് നിയമം അനുസരിച്ചാണ്? സിവിൽ അവകാശ നിയമം,
പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനപ്പേരുകളും പദവികളും നൽകിയിരുന്നു. സാമ്രാജ്യത്വ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇത്തരം പദവികൾ ദുരുപയോഗം ചെയ്യുന്നതിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എതിർത്തിരുന്നു. ഇത്തരം സ്ഥാനപ്പേരുകൾ അസമത്വത്തിന് കാരണമാകുന്നതിനാൽ ഇന്ത്യൻ ഭരണഘടന സ്ഥാനപ്പേരുകൾ നിർത്തലാക്കി. അനുച്ഛേദം 18 പദവിനാമങ്ങൾ നിർത്തലാക്കുന്നു. സൈനികവും അല്ലെങ്കിൽ അക്കാദമിക് ഒഴികെയുള്ള നാമങ്ങളാണ് നിർത്തലാക്കിയത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ. സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യമാണ് ഇതിലൂടെ ലഭ്യമാകുന്നത്. അനുച്ഛേദം 19(1) 6 മൗലിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. എ. അഭിപ്രായ സ്വാതന്ത്ര്യം. ബി. ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. സി. സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഡി. സഞ്ചാര സ്വാതന്ത്ര്യം. ഇ. ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ജി. മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സ്വത്തവകാശം 19(1)(f) 44 ഭേദഗതി വഴി ഒഴിവാക്കി. അനുച്ഛേദം 20 ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണം. മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസാക്കുവാൻ പാടില്ല. അനുച്ഛേദം 20(1) ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. അനുച്ഛേദം 20(2) ക്രിമിനൽ കേസുകൾ ഒരു വ്യക്തിയെ അയാൾക്കെതിരായി തെളിവുകൾ നൽകുന്നതിന് നിർബന്ധിക്കാൻ പാടില്ല. അനുച്ഛേദം 23. അനുച്ഛേദം 21 ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് അനുച്ഛേദം 21 ഇന്ത്യയിലെ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 21. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഏത് അവകാശത്തിൽ ഉൾപ്പെടുന്നു? മൗലിക അവകാശം. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾക്കൊള്ളുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 21. സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് KS പുട്ടസ്വാമി കേസിലാണ് 2017. ഭരണഘടനയിലെ സുവർണ ത്രികോണം ഗോൾഡൻ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങളാണ് അനുച്ഛേദം 14, 19, 21. പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുമുള്ള അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ അനുച്ഛേദം 359 പ്രകാരം മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാക്കുന്നത് അടിയന്തരാവസ്ഥ സമയങ്ങളിലാണ്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത മൗലികാവകാശങ്ങളാണ് അനുച്ഛേദം 20, 21. വൈദേശിക കടന്നുകയറ്റമോ യുദ്ധമോ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ അടിയന്തരാവസ്ഥ എക്സ്റ്റേണൽ എമർജൻസി പ്രഖ്യാപിച്ചാൽ ഉടൻ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ അനുച്ഛേദം 358 പ്രകാരം സ്വാഭാവികമായി റദ്ദാക്കുന്ന മൗലികാവകാശമാണ് അനുച്ഛേദം 19. 6 തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ. ആർട്ടിക്കിൾ 21A 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 86 ഭേദഗതി. 2002 93 ഭേദഗതി ബിൽ. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദമാണ് അനുച്ഛേദം 21A. വിദ്യാഭ്യാസ അവകാശ നിയമം. ആർട്ടിക്കിൾ 21A ചുവട് പിടിച്ച് പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 2009 ഓഗസ്റ്റ് 26. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. വിദ്യാഭ്യാസ അവകാശ നിയമം ഭേദഗതി ബിൽ പാർലമെൻറ്റ് പാസാക്കിയത് 2019 ജനുവരി 3. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ജനുവരി 10. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ള രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനുള്ള സർക്കാർ പദ്ധതികൾ പ്രധാനപ്പെട്ടതാണ് സർവശിക്ഷാ അഭിയാൻ. സർവശിക്ഷാ അഭിയാൻ്റെ ആപ്തവാക്യമാണ് സർവരും പഠിക്കുക, സർവരും വളരുക. അനുച്ഛേദം 22
നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്നു. ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 22. കരുതൽ തടങ്കിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 22. കരുതൽ തടങ്കിലാക്കിയ ഒരു വ്യക്തിയെ 3 മാസം വരെ വിചാരണ കൂടാതെ തടവിൽ വയ്ക്കാൻ കഴിയും. ഇന്ത്യയിൽ കരുതൽ തടങ്കിൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തിയാണ് AK ഗോപാലൻ. ചൂഷണത്തിനെതിരായ അവകാശം 23-24. ചൂഷണങ്ങൾ നിരോധിക്കുന്നതിനും അന്തസ്സുള്ള ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കുന്നതിനും വേണ്ടിയുള്ള അവകാശമാണ് ചൂഷണത്തിനെതിരായുള്ള അവകാശം. നിർബന്ധിത തൊഴിൽ, മനുഷ്യക്കച്ചവടം എന്നിവ നിരോധിക്കുന്നു. വ്യവസായശാലകളിലും മറ്റ് അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് നിരോധിക്കുന്നു. അനുച്ഛേദം 23 മനുഷ്യക്കടത്ത്, അടിമത്തം, നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കൽ എന്നിവ നിരോധിക്കുന്നു. അനുച്ഛേദം 24 ബാലവേല, ചൈൽഡ് ലേബർ നിരോധിക്കുന്നു. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റെഗ് മാർക്ക്. ലോക ബാലവേല വിരുദ്ധ ദിനം വേൾഡ് ഡേ എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ ജൂൺ 12. റെഗ് മാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് കൈലാഷ് സത്യാർത്ഥി. റെഗ് മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ. മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല, ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ മതസ്വാതന്ത്ര്യം ഭരണഘടനയിൽ ഉറപ്പ് നൽകുന്നു. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ: സ്വതന്ത്രമായി ഏത് മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം. മതവിഭാഗങ്ങൾക്ക് മത ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശം. അനുച്ഛേദം 25 ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അവകാശം. അനുച്ഛേദം 26 മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശം. അനുച്ഛേദം 27 ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശം. അനുച്ഛേദം 28(1) പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടില്ല എന്ന് അനുശാസിക്കുന്നു. അനുച്ഛേദം 28(2) മതപരമായ പ്രബോധനം നൽകുന്ന ഏതെങ്കിലും ട്രസ്റ്റിൻ്റെയോ എൻഡോമെൻറ്റിൻ്റെയോ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 28(1) ബാധകമല്ല. അനുച്ഛേദം 28(3) സ്റ്റേറ്റിൻ്റെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതപരമായ പ്രവർത്തനങ്ങൾ അനുവദനീയമാണെങ്കിലും പ്രസ്തുത പ്രവർത്തനങ്ങൾ പങ്കെടുക്കുവാൻ ഒരു വ്യക്തിയെ നിർബന്ധിക്കാൻ പാടില്ല. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഈ വാക്കുകൾ ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം 29 മുതൽ 30 വരെ. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. അനുച്ഛേദം 29-30. അനുച്ഛേദം 29 ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ: ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം. പൂർണ്ണമായും സ്റ്റേറ്റിൻ്റെ കീഴിലോ സ്റ്റേറ്റിൻ്റെ ധനസഹായത്തോടു കൂടിയോ നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ജാതിയുടെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യൻ പൗരനും അഡ്മിഷൻ നിഷേധിക്കാൻ പാടില്ല. അനുച്ഛേദം 30 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന മൗലിക അവകാശങ്ങളാണ് അനുച്ഛേദം 15, 16, 19, 29, 30. ഇന്ത്യൻ പൗരന്മാർക്കും വിദേശ പൗരന്മാർക്കും ശത്രുരാജ്യത്തെ പൗരന്മാർ ഒഴികെ ഒരുപോലെ ലഭ്യമാകുന്ന മൗലിക അവകാശങ്ങൾ അനുച്ഛേദം 14, 20, 21, 21A, 22, 23, 24, 25, 26, 27, 28.
ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. 32. ഒരു വ്യക്തിക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ നേരിട്ട് സമീപിക്കുന്നതിനുള്ള അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. അനുച്ഛേദം 32. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. മൗലിക അവകാശങ്ങൾ മൗലികമായത് എന്നറിയപ്പെടുന്നത് അനുച്ഛേദം 32 ആണ്. അനുച്ഛേദം 32 ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നതാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഡോക്ടർ BR അംബേദ്കർ. റിട്ടുകൾ. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട്. റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ലാറ്റിൻ. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ബ്രിട്ടൻ. റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അവകാശമുള്ളത് സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കുമാണ്. ഭരണഘടനയുടെ ഏത് വകുപ്പനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? 32-ാം അനുച്ഛേദം. ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് 226-ാം അനുച്ഛേദം അനുസരിച്ചാണ്. ഹേബിയസ് കോർപ്പസ്. നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കുക എന്നർത്ഥം വരുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. മാൻഡമസ്. നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ്. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. സ്വകാര്യ വ്യക്തികൾ, രാഷ്ട്രപതി, ഗവർണർ, പാർലമെൻറ്റ് തുടങ്ങിയവർക്കെതിരായി മാൻഡമസ് പുറപ്പെടുവിക്കാൻ കഴിയില്ല. പ്രൊഹിബിഷൻ. ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. വിലക്കുക. ടു ഫോർബിഡ് എന്നർത്ഥം വരുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. ജുഡീഷ്യൽ, കോസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രം പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. കൊവാറൻറ്റോ. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ടാണ് കൊവാറൻറ്റോ. കൊവാറൻറ്റോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് അധികാരം എന്നതാണ്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി തിരുവനന്തപുരം ബന്ധപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ടാണ് കൊവാറൻറ്റോ. സെഷ്യോററി. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെഷ്യോററി. സാക്ഷ്യപ്പെടുത്തുക. ടു സർട്ടിഫൈ. വിവരം നൽകുക. ടു ഇൻഫോം എന്നിങ്ങനെ അർത്ഥം വരുന്ന റിട്ടാണ് സെഷ്യോററി. നിർദ്ദേശക തത്വങ്ങൾ. സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി രാഷ്ട്രഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൂട്ടം നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. നയരൂപീകരണ വേളയിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം. എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രം അറിയപ്പെടുന്ന ക്ഷേമരാഷ്ട്രം എന്നാണ്. നിയമനിർമ്മാണ പ്രക്രിയയിലൂടെയാണ് ഗവൺമെൻറ് നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഭരണഘടനയിൽ നിർദ്ദേശ തത്വങ്ങൾ പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഭാഗം 4. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ഭാഗം 4. നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യമാണ് സ്പെയിൻ. ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന നിർദ്ദേശ തത്വങ്ങൾ: സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യവേതനം അനുവദിക്കുക, രാജ്യത്തെ വനങ്ങളും വന്യജീവികളെയും പരിരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുക, ദേശീയ പ്രാധാന്യവും ചരിത്രപരമായ മൂല്യവുമുള്ള എല്ലാ സ്മാരകങ്ങളും സംരക്ഷിക്കുക, സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ നീതിയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുത്തുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക.
നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗാന്ധിജിയുടെ ആശയങ്ങളാണ് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം. നിർദ്ദേശ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന അനുച്ഛേദങ്ങൾ അനുച്ഛേദം 36 മുതൽ 51 വരെ. നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ്? സപ്രൂ കമ്മിറ്റി. നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ എന്നിങ്ങനെ നിർദ്ദേശ തത്വങ്ങളെ തരംതിരിച്ചിരിക്കുന്നു. ഗാന്ധിയൻ അനുച്ഛേദം 40, 43, 43B, 46, 47, 48. സോഷ്യലിസ്റ്റ് അനുച്ഛേദം 38, 39, 39A, 41, 42, 43, 43A, 47. ലിബറൽ ഇൻ്റലക്ച്വൽ അനുച്ഛേദം 44, 45, 48, 48A, 49, 50, 51. അനുച്ഛേദം 36 സ്റ്റേറ്റിനെ നിർവചിക്കുന്നു. അനുച്ഛേദം 37 നിർദ്ദേശ തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല, കോടതിയിലൂടെ നടപ്പിലാക്കാൻ സാധ്യമല്ല എന്ന് അനുശാസിക്കുന്നു. അനുച്ഛേദം 39D സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം നൽകണമെന്ന് അനുശാസിക്കുന്നു. അനുച്ഛേദം 39A തുല്യനിധിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം നൽകണമെന്ന് അനുശാസിക്കുന്നു. അനുച്ഛേദം 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അനുച്ഛേദം 41 തൊഴിലില്ലായ്മ, വാർദ്ധക്യം, രോഗം, അംഗവൈകല്യം എന്നീ അവസ്ഥകളിൽ ജോലിക്കും വിദ്യാഭ്യാസത്തിനും പൊതുസഹായത്തിനുമുള്ള അവകാശം ഉറപ്പുവരുത്തുവാൻ രാഷ്ട്രം അതിൻ്റെ സാമ്പത്തികമായ കഴിവിൻ്റെയും വികാസത്തിൻ്റെയും പരിധിക്കുള്ളിൽ ഫലപ്രദമായ വ്യവസ്ഥ ഉണ്ടാക്കേണ്ടതാണെന്ന് അനുശാസിക്കുന്നു. അനുച്ഛേദം 43 തൊഴിലാളികൾക്ക് ജീവിക്കാനാവശ്യമായ കൂലി ഉറപ്പുവരുത്തണമെന്ന് അനുശാസിക്കുന്നു. അനുച്ഛേദം 43A വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തൽ. അനുച്ഛേദം 44 ഏകീകൃത സിവിൽ കോഡ് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്നു. ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. അനുച്ഛേദം 45 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ബാല്യകാല പരിചരണം, വിദ്യാഭ്യാസം എന്നിവ നൽകാൻ രാഷ്ട്രം ശ്രമിക്കേണ്ടതാണ്. അനുച്ഛേദം 46 പട്ടികജാതിയുടെയും പട്ടികഗോത്രങ്ങളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് അനുശാസിക്കുന്നു. അനുച്ഛേദം 47 മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്നു. പൊതുജനങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലുള്ള പുരോഗതി, പോഷക നിലവാരം, ജീവനിലവാരം എന്നിവ മെച്ചപ്പെടുത്തുക. സംസ്ഥാന രൂപീകരണം മുതൽക്കേ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. അനുച്ഛേദം 48 ഗോവധ നിരോധനം, കൃഷി, മൃഗസംരക്ഷണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഗോവധ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ഭാഗം 4. ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. അനുച്ഛേദം 48A പരിസ്ഥിതി സംരക്ഷണം, വനം, വന്യജീവി സംരക്ഷണം. അനുച്ഛേദം 49 ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ എന്നിവയുടെ സംരക്ഷണം. അനുച്ഛേദം 50 നീതിന്യായ ജുഡീഷ്യറി വിഭാഗത്തെ കാര്യനിർവഹണ എക്സിക്യൂട്ടീവ് വിഭാഗത്തിൽ നിന്നും വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്നു. അനുച്ഛേദം 51 അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കാൻ അനുശാസിക്കുന്നു. മൗലിക അവകാശങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും ഭരണകൂടത്തെ വിലക്കുന്നതിനാൽ നെഗറ്റീവ് ആയി കണക്കാക്കപ്പെടുന്നു. കോടതി വഴി സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതിനാൽ ന്യായവാദത്തിന് അർഹമാണ്. രാഷ്ട്രീയ ജനാധിപത്യം സ്ഥാപിച്ചെടുക്കാൻ ലക്ഷ്യമിടുന്നു. നിയമാനുമതിയുണ്ട്. വ്യക്തികളുടെ ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. നിയമനിർമ്മാണത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ സ്വയമേ നടപ്പിലാവുന്നു. നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഭരണകൂടത്തോട് നിർദ്ദേശിക്കുന്നതിനാൽ പോസിറ്റീവായി കണക്കാക്കപ്പെടുന്നു. കോടതി വഴി സ്ഥാപിച്ചെടുക്കാൻ കഴിയാത്തതിനാൽ ന്യായവാദത്തിന് അർഹമല്ല. സാമൂഹിക സാമ്പത്തിക ജനാധിപത്യം സ്ഥാപിച്ചെടുക്കാൻ ലക്ഷ്യമിടുന്നു. ധാർമ്മികവും രാഷ്ട്രീയമായ അനുമതിയുണ്ട്. സമൂഹത്തിൻ്റെ ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. നടപ്പിലാക്കാൻ പ്രത്യേക നിയമനിർമ്മാണം ആവശ്യമാണ്. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയെയും
ഭരണസ്ഥാപനങ്ങളെയും ആദരിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനും മൗലിക കർത്തവ്യങ്ങൾ പൗരന്മാരെ പ്രേരിപ്പിക്കുന്നു. രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് ചില കടമകൾ നിറവേറ്റേണ്ടതുണ്ട്. ഈ കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതി 42-ാം ഭേദഗതി 1976. മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്ന വർഷം 1977 ജനുവരി 3. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? സ്വരൺ സിംഗ് കമ്മിറ്റി. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 4A. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 51A. ഏത് രാജ്യത്തെ അനുകരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്? റഷ്യ. മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ബാധകമായവയാണ്. വിദേശ പൗരന്മാർക്ക് ഇത് ബാധകമല്ല. മൗലിക കടമകൾ 51A. ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരുക. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക. രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്രസേവനത്തിനും സജ്ജരായിരിക്കുക. മതം, ഭാഷ, പ്രദേശം, വിഭാഗം എന്നിവയ്ക്ക് അതീതമായി ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക. സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവൃത്തികൾ ഉപേക്ഷിക്കുക. ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക. പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. ജീവികളോട് അനുകമ്പ പുലർത്തുക. ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും വികസിപ്പിക്കുക. പൊതുസ്വത്ത് സംരക്ഷിക്കുക. അക്രമം ഉപേക്ഷിക്കുക. എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി ഔന്നത്യത്തിൻ്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക. ഓരോ രക്ഷിതാവും 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കണം. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. 42-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ 1976 എത്ര മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 10 മൗലിക കടമകൾ. 11 മൗലിക കടമകൾ ഭരണഘടനയിൽ ഇപ്പോൾ ഉണ്ട്. 11ാമത് മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി 86-ാം ഭേദഗതി 2002. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി കൂട്ടിച്ചേർത്തു. നിർദ്ദേശ തത്വങ്ങളെ പോലെ തന്നെ മൗലിക കടമകളും കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.